പൊട്ടന് പൊട്ടത്തി അത് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളും മറ്റേ വീഡിയോ കണ്ടീനു, മറ്റേ കോൾ ചെയ്തേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ കുറ്റങ്ങൾ പറഞ്ഞേക്കാം. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, റിയാക്ടിങ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ. അതായത് ഒന്നുമില്ല, റിയാക്ട് ചെയ്യാനൊന്നുമില്ല, നമ്മൾ ഒരിടത്തൊന്നും പോകണ്ട. ഇതിന് മുമ്പും ആ യൂട്യൂബർ തന്നെ നമുക്കെതിരെ അന്ന് ഏജിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അവന് സുഖാണല്ലോ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ കണ്ടന്റ് കിട്ടി, അടിപൊളി നല്ല കണ്ടന്റ് ആണ് ചെയ്യാൻ. ഇതൊക്കെ കാണുന്ന ആൾക്കാർ പൊട്ടന്മാരാണെന്നാണ് ഇവരുടെ വിചാരം. ഇവന്റെ ഓഞ്ഞ സൗണ്ട് കേട്ടാൽ തന്നെ മനസ്സിലാക്കും ഇതൊരാണ് പെൺവേഷം കെട്ടി വന്നതാണെന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ഭാര്യയ്ക്ക് സ്വന്തം ഭർത്താവിന്റെ കണ്ണ് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാണെങ്കിൽ അത് വിശ്വസിക്കാൻ ഇച്ചിരി പാടാണ്. നമസ്കാരം. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ആദ്യത്തെ 2 വീഡിയോ. ഒന്ന് TT ഫാമിലി, ഈ ഫാമിലി വ്ളോഗ് കാണുന്നവർക്ക് മനസ്സിലാവും കേട്ടോ ഇവർ ആരാന്നുള്ളത് കേട്ടോ. ഒന്ന് TT ഫാമിലി, രണ്ടാമത് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഇറ്റ്സ് മീ കേസ് കേട്ടോ. കേസിൻ്റെ കൂടുതൽ കോണ്ടൻറ്റും ഇതുപോലുള്ള ഫാമിലി വ്ളോഗേഴ്സിൻ്റെ അവർ ചെയ്യുന്ന കോണ്ടൻറ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അത് വെച്ച് റിയാക്ട് ചെയ്യണം കേട്ടോ. ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാം, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു വ്ളോഗായിട്ട് തുടങ്ങിയ ചാനലാണ്. നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വേറൊരു വ്ളോഗ് ചാനലും കൊണ്ടുപോകുന്നുണ്ട്, ഗോപ്രോ മച്ചാൻ സ്റ്റോറീസ് എന്നും പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒറിജിനൽ കോണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർ എന്ന് വളരെ ക്ലിയറായിട്ട് പറയണമെങ്കിൽ ഈ ഒറിജിനൽ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഫാമിലി വ്ളോഗ് മാത്രമല്ല, ടെക്കോ, അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഇതിൻ്റെയൊക്കെ താഴെ ഞാനും കൺസിഡർ ചെയ്യുന്നുള്ള ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ, അൺടിൽ ആൻഡ് അൺലെസ് ഈ റിയാക്ഷൻ വീഡിയോസ് എന്തെങ്കിലും കാര്യപ്പെട്ടുള്ള സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായം പറയുന്നവർ, അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്തെങ്കിലും വാല്യൂ ആഡ് ചെയ്യുന്ന സംഭവങ്ങൾ, ഇതുപോലുള്ള സംഗതിയല്ല പറഞ്ഞത്, കുറച്ചും കൂടി വാല്യൂ ആഡ് ചെയ്യുന്നതല്ലാത്ത റിയാക്ഷൻ ചാനൽസ് എന്ന എപ്പോഴും ഒരു വടി താഴേന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഞാനടക്കം പക്ഷേ ഞാൻ എല്ലാ കോണ്ടൻറ്റും ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഈ രീതിയിലുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പം ഇന്നത്തെ അടക്കം. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ നാളെ മറ്റന്നാൾ കറങ്ങി നടക്കാൻ പോകുന്ന ആൾക്കാർ, വ്യൂവേഴ്സ് ഉണ്ടാവാൻ പോകുന്നൊരു ടോപ്പിക് ആയതുകൊണ്ടാണ് നമ്മളിതിൽ വീഡിയോ ചെയ്യാൻ കാരണം കേട്ടോ. എന്താ സംഭവം എന്നുള്ളത് വളരെ ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ TT ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾ ആദ്യം കണ്ടിട്ടുള്ള ഫാമിലി ഉണ്ടല്ലോ, അവരെ വൈഫിന് കുറച്ച് ഏജ് കൂടുതലും ഹസ്ബൻഡിന് ഏജ് കുറവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവുമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവർ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ഓരോ ഫാമിലി വ്ളോഗേഴ്സും അവരും അല്ലെങ്കിൽ ആരാണെന്നുണ്ടെങ്കിൽ ഉപ്പും മുളക്, അതേമാതിരി വയനാടൻ വ്ളോഗർ, ഇവരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഈ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അവരവരുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ്. അപ്പോൾ ആസ് ലോങ് ആസ് ദെയർ സബ്സ്ക്രൈബേഴ്സ് എൻജോയിങ് ദെയർ കോണ്ടൻറ്റ്, ദർ ഇസ് നോ പ്രോബ്ലം. വേറൊരു തേർഡ് പാർട്ടിയെ കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ബേസിക് കാര്യം. പക്ഷേ ഇവർ ഈ കൊണ്ടുവന്നിടുന്നതെല്ലാം ഈ ഗാർബേജ് അല്ല, ഈ കോണ്ടൻറ്റ് എല്ലാം കൊണ്ടുവന്നിടുന്നത് അവർ ഈ സോഷ്യൽ മീഡിയയിലായതുകൊണ്ടും ഈ പബ്ലിക് ഡൊമൈനിലേക്ക് ഇത് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി എല്ലാവരും ഓഡിറ്റ് ചെയ്യും, എല്ലാവരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും, വിമർശിക്കും, എല്ലാ കാര്യവും ഇഷ്ടമുണ്ടാവും, വിമർശനമൊക്കെ ഉണ്ടാവും. അതൊക്കെ അവർ ഉൾക്കൊള്ളണം, എല്ലാവരും ഉൾക്കൊള്ളണം. അപ്പോൾ അതിലൊരു വിഭാഗമാണ് ഈ കമൻറ്റ്സ് എഴുതുന്നവർ മാത്രം. അതിലൊരു വിഭാഗമാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ. സ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പോൾ ഇതുപോലൊരു വീഡിയോ, ഇപ്പോൾ ആ TT ഫാമിലീൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു, അതായത് ഹസ്ബൻഡ് വൈഫിനെ പ്രാങ്ക് ചെയ്യുക. അതായത് ഭാര്യ മാത്രം ഒറ്റയ്ക്ക് വീട്ടിലുള്ള സമയത്ത് ഹസ്ബൻഡ് ചെന്നിട്ട് തലയിൽ പർദ്ദട്ടിട്ട് കണ്ണ് മാത്രം പുറത്തേക്ക് കാണിച്ചിട്ട് ചെന്നിട്ട് സൗണ്ട് മാറ്റി സംസാരിച്ചിട്ട് ഭാര്യനെ പറ്റിക്കുക, എന്നിട്ട് ഒരു ഉള്ളിലേക്ക് പോകുക. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചും വ്യൂസൊക്കെ കിട്ടിയിട്ടുള്ള ഒരു പ്രാങ്കാണ്. ഒരുപാട് നല്ല പ്രാങ്ക് ചെയ്യുന്നവരുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു കാര്യം ആയതിനെ പറഞ്ഞാൽ TT ഫാമിലിയുടെ എനിക്ക് ആ പ്രാങ്ക് തീരെ ദഹിച്ചില്ല. അത് ആർക്ക് കണ്ടാലും മനസ്സിലാവും ഇതൊരു നാടകമാണെന്ന്. പ്രാങ്കൊന്നുമല്ല, ഒരു നാടകമാണ്, ഇത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് മനസ്സിലാവും. റീസൺ എന്താ വെച്ചാൽ ഭർത്താവ് തലയിൽ പർദ്ദട്ടിട്ട് കണ്ണ് മാത്രം കാണിച്ച് സൗണ്ട് മാറ്റിയിട്ട് ചെന്നിട്ട് ഭാര്യയ്ക്ക് മനസ്സിലാവാതിരിക്കുക എന്ന് പറയുമ്പോൾ അതിൽ എവിടെ ലോജിക്ക് എനിക്ക് ലോജിക്ക് വട്ടപ്പൂജയാണ്, വേറെ കഥ. ലോജിക്ക് RIP ലോജിക്കാണ്. പക്ഷെ എന്നാലും അത് വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം കേട്ടോ. അപ്പോൾ ഞാനൊക്കെ എൻ്റെ വൈഫിൻ്റെ അടുത്തേക്ക് ഞാൻ ഇതേമാതിരി ഇതൊക്കെ കണ്ണ് മാത്രം കാണിച്ചിട്ട് എന്ത് സൗണ്ട് മാറ്റി ചെന്നാലും നമ്മളെ ഒറ്റതൊന്നും നമ്മൾ ഭാര്യമാർ മനസ്സിലാക്കും. ഓക്കെ, ഇതാണ് ഇവരുടെ ഒരു പ്രാങ്കിൽ പറയാനുള്ളത്. ആ അഭിപ്രായമാണ് ഈ കേസും പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇതിൽ പിന്നെ 2 പേരെയും കുറ്റപ്പെടുത്തിയതാക്കിയിട്ട് പറയാനല്ല. പക്ഷെ നമ്മൾ ഈ സംഗതി കണ്ടതെന്ന് വെച്ചിട്ട് എന്താണ് ഈ ഒരു വിഷയം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞോ എന്നുള്ള അറിയില്ല. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം, ബാക്കി കണ്ട് തീരുമാനിക്കാം. അപ്പോൾ പറയുന്നതിന് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഒറിജിനൽ കോണ്ടൻറ്റ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത് ഈ വ്ളോഗേഴ്സാണ്. ബാക്കിയുള്ളവരെല്ലാം എന്താ പറയുക, ഈ മറ്റുള്ളവരുടെ കോണ്ടൻറ്റ് എടുത്തിട്ട് അരിയാക്കുന്ന പരിപാടിയാണ്. അത് ശരിക്കും മറ്റൊരു താഴെ തന്നെയാണ്. അത് യാതൊരു സംശയമില്ല കേട്ടോ. എന്ന് വെച്ചാലും
എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് അഭിപ്രായം പറയാം, പക്ഷെ ആ പറയുന്നതിനും ചില കാര്യങ്ങളൊരു മാന്യതയും കാര്യങ്ങളുണ്ട്. അത് കീപ്പ് ചെയ്യുക. അസ് ലോങ് അത് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. എല്ലാവർക്കും അവരുടേതായ ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ഓഡിയൻസ് ഉള്ള പോലെ തന്നെ കേസിനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കും അതിൻ്റെതായ ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിരുന്നിട്ടുള്ള ആ കമൻറ്റുകളാണ് ഇതിൻ്റെ അടിയിൽ ഒരു കമൻറ്റോളി വർത്തമാനങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കി അതെ അതെ, വേറെ ഒരാൾ ഉണ്ടാക്കിയ കണ്ടന്റുമ്പോ നിങ്ങൾ എന്തിനാ കയറി പറയുന്നത്? ഇതൊക്കെ പറയാൻ വില ആരാ അല്ലേ? നമ്മൾ എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നത് എടുത്ത് ചെയ്യാൻ ഇവരവരോട് നമ്മൾ പറയുന്നുണ്ടോ? ഞങ്ങളെ ഇത് നോക്കി ഞങ്ങളെ തെറ്റുകൾ എന്താ കുറ്റങ്ങൾ എന്താ അത് നോക്കി വീഡിയോ ചെയ്യാൻ നമ്മൾ പറയുന്നുണ്ടോ? ഓരെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് യൂട്യൂബർ ആയി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കുക, അത് ആൾക്കാരിലേക്ക് എത്തിക്കുക, അതിൽ ഫണ്ട് കൊണ്ടുവരിക, അത് എന്റർടൈൻ ചെയ്യും, മാക്സിമം എന്റർടൈൻ ചെയ്യുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക. ഇതൊക്കെയാണ് യൂട്യൂബർ എന്ന് പറയുന്നത്. അതല്ലാണ്ട് വേറെ തന്നെ എടുത്തിട്ട് ഇവൻ ചെയ്തത് കണ്ടോ, ഇത് ചെയ്യാൻ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഒരിക്കലും പറ്റിക്കാന്ന് വിചാരിച്ചല്ല ഷെഫിയ പ്രാങ്ക് ചെയ്ത് കേട്ടോ. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു ചെയ്ത പ്രാങ്ക് റിലേറ്റഡ് ആയിട്ടാണ് ഇവർക്ക് വളരെ രൂക്ഷമായിട്ട് കേസിനടുത്ത് വിമർശിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയണത് എന്താ അറിയോ, കേസ് പറഞ്ഞതിൽ എനിക്ക് അതിൽ തെറ്റ് തോന്നിയില്ല. കാരണം എനിക്ക് ഓരോ പ്രാങ്ക് കണ്ട സമയത്ത് ഫീൽ ചെയ്തത് തന്നെയാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, അത് ആ ഒരു റിയാക്ഷനാണ് കേസിൻ്റെതായ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവർ പറഞ്ഞതിലും പോയിൻ്റ് ഉണ്ട്, രണ്ട് പറഞ്ഞതിലും പോയിൻ്റ്. കാരണം വെച്ചാൽ ഇവരാണ് ഒറിജിനൽ കോണ്ടന്റ് ക്രിയേറ്റർ. ആസ് ലോങ് ആസ് അവരുടെ സബ്സ്ക്രൈബേഴ്സിന്, വീണ്ടും പറയുന്നു, ആസ് ലോങ് ആസ് അവരുടെ സബ്സ്ക്രൈബേഴ്സിന് പ്രോബ്ലം ഇല്ലാത്തടത്തോളം കാലം, അത് ആൾക്കാർ കണ്ട് എൻജോയ് ചെയ്യുന്നിടത്തോളം കാലം മറ്റുള്ളവർക്ക് പറയാൻ യാതൊരുവിധ വോയിസും ഇല്ല സത്യത്തിൽ. ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സിന് കേട്ടോ. അതെ, നമുക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളൂ. അപ്പൊ ഇവിടെ വന്ന ചിലപ്പോ ഈ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് പോലും ഡൗട്ട് ഉണ്ടാവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇവിടെ വന്ന ആൾക്കാർക്ക് അറിയാൻ നമ്മൾ എങ്ങനെ അവരോട് ബിഹേവ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വരുന്ന കുറെ ആൾക്കാർ വെറിയും ഉണ്ട്. അങ്ങനത്തെ ഒരു വീടാണ് ശരിക്കും പറയാനൊക്കെ വരുന്ന വീടാണല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കൂലോ. ശ്രദ്ധിക്കണം. ഞാനന്ന് ശ്രദ്ധിച്ചില്ല, അന്നില്ല ഒരിക്കലും ഞാൻ ശ്രദ്ധിക്കരുത്. ആ പ്രാങ്കിൽ ഒരാൾ വീട്ടിൽ കയറി വന്നതിന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ പറയുന്നത്. ഇവർ ഈ പറയുന്ന സംഭവം അതാണ്. കാരണം എന്താ വെച്ചാൽ അവർ ബേസിക്കലി അവർ അന്ന് ചെയ്ത കാര്യത്തിനടുത്ത് ന്യായീകരിക്കുകയാണ്. വെറുതെ ന്യായീകരിച്ച് മെഴുകുക എന്ന് നമുക്ക് പറയാനുള്ളൂ കേട്ടോ. ഇനി ഇതിൽ കേസിൻ്റെ എന്താണ് കേസ് പറഞ്ഞതെന്ന് നോക്കാം. പുറത്തേക്ക് എന്ത് റഫാണത്? പ്രശ്നമുണ്ടോ? ആ, എനിക്ക് പ്രശ്നമുണ്ട്. പറഞ്ഞിട്ട് ഇപ്പൊ എന്താ, ഇപ്പൊ മഷിയിട്ട് നോക്കിയിട്ട് പോലും പ്രാങ്ക് കോളികൾ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പ്രാങ്ക് മാത്രം ചെയ്യുന്ന ചില ചാനലുകളൊക്കെ ഉണ്ട്. പക്ഷെ ആ പ്രാങ്കുകൾക്കൊന്നും ഫാമിലി വ്ളോഗേഴ്സിന് പ്രാങ്കിന്റെ ആ മജ അങ്ങോട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഫാമിലി വ്ളോഗർമാർക്കിടയിൽ പ്രാങ്ക് എന്ന് പറയുന്ന കലാരൂപം അതിനെ നിന്ന് പോയി എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മുടെ ടി ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ഷെഫിയും ഷെമിയും ഉഡായിപ്പ് പ്രാങ്കുമായി രംഗത്ത് വരുന്നത്. ടി ഫാമിലി എല്ലാവർക്കും അറിയുന്നുണ്ടാകും അല്ലേ? യെസ്, ഇതാണ് കേസ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഉഡായിപ്പ് പ്രാങ്ക് തന്നെയാണ്. എനിക്കും അതിനെ ഫീൽ ചെയ്ത് ഉഡായിപ്പ് പ്രാങ്ക് തന്നെയാണെന്ന് ഫീൽ ചെയ്തിട്ട്. കാരണം വെച്ചാൽ അത് കണ്ടാൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, പക്ഷേ ഇവർ ഇത് പറഞ്ഞ കൂട്ടത്തിൽ, ഈ ടി ഫാമിലി മറുപടി കൊടുത്ത കൂട്ടത്തിൽ ടി ഫാമിലി കേസിൻ്റെ പഴയ ഫോൺ കോൾ വിഷയം, പഴയ കോൾ റെക്കോർഡ്, അതായത് കേസും ജാസ്മിനെല്ലാം കൂടിയുള്ള ഒരു ഫോൺ കോൾ ഉണ്ടല്ലോ, കുറച്ച് കാലം സോഷ്യൽ മീഡിയയിൽ കറങ്ങിയാണ് നമ്മളൊക്കെ റിയാക്ട് ചെയ്തിരുന്നത്. ഇത് ഇവർ മറുപടിയായിട്ട് പറയുന്നുണ്ട്. ഇവരെന്താ പറയണത് നോക്കാം. എന്താ വെച്ച് കഴിഞ്ഞാല് ആരാ പൊട്ടനെ ആരാ പൊട്ടത്തിന്ന് ഞങ്ങൾക്ക് അറിയാം. അത് ഞങ്ങൾക്ക് ആദ്യം അറിയാം. അങ്ങനെ ഓനെന്താ പറയുന്നത് വെച്ചാൽ എല്ലാതും ഇങ്ങനെ തൊട്ടിടുക, എല്ലാത്തിലും ഇങ്ങനെ തൊട്ട് അധികം സംസാരിക്കില്ല. അധികം സംസാരിച്ചു കഴിഞ്ഞാല് അറിയാലോ. പിന്നെ ഓൻ്റെ പേരിൽ എന്താ പറയുക, അങ്ങോട്ടേക്ക് നമ്മൾ വെറുതെ ഓനെ പറ്റി കുറ്റങ്ങൾ അധികം പറയില്ല. നമ്മൾ പറഞ്ഞതിന് മാത്രം റിയാക്ട് ചെയ്യുന്നതേ ഉള്ളൂ. കാരണം ഇതിന് മുമ്പ് മറ്റേ എന്തോ ഒരു ഫോണിൻ്റെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ കേസൊക്കെ ഉള്ള യൂട്യൂബറാണിത്. എന്തോ ഇവളെപ്പറ്റി ഇവളോട് കുറ്റം പറയുക, ഇവളെപ്പറ്റി ഇവളോട് കുറ്റം പറയുക, അങ്ങനെയൊക്കെ ഉള്ള യൂട്യൂബറാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ഒന്നും പറഞ്ഞില്ല അന്നൊന്നും. പൊട്ടത്തി അത് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളും മറ്റേ വീഡിയോ കണ്ടീനു, മറ്റേ കോൾ ചെയ്തേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ കുറ്റങ്ങൾ പറഞ്ഞൊക്കെ. അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളേതായാലും ആരെയും കുറ്റം പറയാനോ വിഷമിപ്പിക്കാനോ അല്ല. അപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവരോട് പറയാനുള്ളത്, നിങ്ങളെ പണിയാണ് എടുക്കുന്നത്, നിങ്ങൾ ചെയ്തോളി. പക്ഷേ കാര്യങ്ങൾ കറക്റ്റ് അറിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുക. അല്ലാതെ എന്തോന്ന് കണ്ട് എടുത്തു ചാടിയായിട്ട് ചെയ്തുകൂടരുത്. ഞങ്ങൾക്ക് എതിരാന്നില്ല. ഏത് യൂട്യൂബേഴ്സിനെതിരെ അങ്ങനെ എതിരെ ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കില്ലല്ലോ. നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കി നിങ്ങൾ ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഞങ്ങളാരും നിങ്ങളെ മേൽക്കും വരുന്നില്ല, നിങ്ങളാരും നമ്മളെ മേൽക്കും വരണ്ട. അപ്പോൾ ഇതാണ് സംഭവം. കേസിൻ്റെ പഴയ ആ ഒരു ജാസ്മിനായിട്ടുള്ള ആ ഫോൺ കോൾ റിലേറ്റഡ് ആയിട്ടുള്ള സംഗതിയാണ് ഇവൻ എടുത്തിട്ടത്. ഇനിയിപ്പോൾ നാളെ ഇത് കേസ് സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത് അറിയോ, ഇതിപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു കോണ്ടൻറ്റായി.
ഇവർ ഫാമിലി വ്ളോഗേഴ്സ് പല കാര്യങ്ങളും ചെയ്യുന്നു, അപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ അതിന് മറുപടി കൊടുക്കുന്നു. ഇതിന് മറുപടിയായിട്ട് ഇനി നാളെ ഡെഫിനറ്റ്ലി വീണ്ടും കേസ് വരും. അപ്പോൾ കേസിന് അടുത്തൊരു കോണ്ടൻ്റായി അല്ലേ? ഇതൊക്കെ ഇവരെങ്ങനെയൊക്കെ ചെയ്യുന്നതോടുകൂടി നമുക്കൊരു കോണ്ടൻ്റായി.